തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വിജയിച്ചതിൻ്റെ സന്തോഷവും പുതുവത്സരാഘോഷവും വിദ്യാർത്ഥികൾക്ക് ബിരിയാണി നൽകി ആഘോഷമാക്കി വാർഡ് മെമ്പേഴ്സ്. കോഴിക്കോട് പെരുവയിൽ പഞ്ചായത്ത് 19, 20, 21 വാർഡുകളിലെ മെമ്പേഴ്സാണ് വെള്ളിപ്പറമ്പ് ഗവൺമെൻറ് LP സ്കൂളിലെ കുട്ടികൾക്ക് ചിക്കൻ ബിരിയാണി നൽകി പുതുവത്സരാഘോഷം അങ്ങനെ കെങ്കേമമാക്കിയത്. കിടിലമായി കേട്ടോ, കിടിലം. തദ്ദേശ തെരഞ്ഞെടുപ്പ് ഫലം വന്നതിന് ശേഷം മെമ്പർമാർ പലതരത്തിൽ അത് സെലിബ്രേറ്റ് ചെയ്യുന്നത് നമ്മൾ കണ്ടു. കോഴിക്കോട് വെള്ളിപ്പറമ്പിൽ വളരെ കൗതുകകരമായി തങ്ങളുടെ നാട്ടിലെ സ്കൂളിലെ കുട്ടികൾക്കൊപ്പം അവർക്ക് ബിരിയാണി വെച്ചു കൊടുത്തുകൊണ്ട് തങ്ങളുടെ തെരഞ്ഞെടുപ്പ് വിജയം ആഘോഷമാക്കുകയാണ് 3 മെമ്പർമാർ. പെരുവയിൽ പഞ്ചായത്തിലെ 3 മെമ്പർമാർ, ഇവർ 3 പേര് ഇപ്പോൾ നമ്മളോടൊപ്പം ഉണ്ട്. ആദ്യം അവരെ നമുക്ക് പരിചയപ്പെടാം. എന്താണ് പേര്? അനീഷ് പാലാട്ട്, PN മൊയ്തീൻ കോയ, ബിജു ശിവദാസ്. എന്താണ് നിങ്ങൾ ഇങ്ങനെ നിങ്ങളുടെ ഒരു പുതുവത്സര ആഘോഷം അതോടൊപ്പം തന്നെ വിജയിച്ചതിൻ്റെ സന്തോഷം അത് ഈ കുട്ടികൾക്കൊപ്പം സെലിബ്രേറ്റ് ചെയ്യാമെന്ന് കരുതിയത് എന്തുകൊണ്ടാണ്? അത് ഒന്നുമല്ല, നമ്മൾ കുട്ടികളിൽ നിന്നാണല്ലോ. അപ്പോൾ നമ്മളൊരു സന്തോഷം പങ്കുവെക്കുക, പ്രത്യേകിച്ച് പുതുവത്സരമാണ്, കുട്ടികൾക്കൊരു സന്തോഷം കൊടുക്കുക എന്നുള്ളതാണ്. അതിൻ്റെ ഭാഗമായിട്ടൊരു സ്നേഹവിരുന്ന് സംഘടിപ്പിച്ചതാണ്. ഇത് നിങ്ങൾ 3 പേരും കൂടെ എടുത്ത തീരുമാനമാണോ? അതെ, നമ്മൾ ഇവിടുത്തെ പ്രദേശത്തെ നമ്മളെ PTA സഹകരണത്തോടു കൂടി, നമ്മുടെ നാട്ടിലെ ആളുകളുടെ സഹകരണത്തോടു കൂടി നമ്മൾ അങ്ങനെ 3 പേരും ഒരു സന്തോഷത്തിൻ്റെ ഭാഗമായിട്ട് ചെയ്യാണ്. ഇവിടെയൊക്കെ പണ്ട് സ്കൂളിൽ ഉപ്പുമാവിന് വരി നിൽക്കുന്ന ഒരു ബോധം നമ്മളെ മനസ്സിലുള്ളൂ. പക്ഷേ ഈ ഒരു സാഹചര്യത്തിൽ നമ്മൾ ജയിച്ചു വന്നപ്പോൾ ഈ വാർഡിലെ ഒരു സ്കൂളിന് പ്രാദേശികമായിട്ട് എല്ലാവരും ഇടപെടുന്ന, എന്ത് പരിപാടിക്ക് ഇടപെടുന്ന ഒരു പ്രാദേശിക സ്കൂളാണ് ഈ GLP സ്കൂൾ. അപ്പോൾ ആ സ്കൂളിലെ ഉച്ചക്കത്തെ ഒരു ഭക്ഷണം, അത് നമ്മളൊരു സന്തോഷം അവർക്ക് വേണ്ടി കൊടുക്കുക. അപ്പോൾ അവരുടെ സന്തോഷം നമ്മളെ മനസ്സിലേക്കും കയറും. സന്തോഷം. കുട്ടികൾക്ക് വേണ്ടി ഒരു ന്യൂ ഇയർ സമ്മാനമായിട്ട് ഞങ്ങളിങ്ങനെ ഒരു ഭക്ഷണ വിതരണം നടത്തിക്കോട്ടെ എന്ന് ചോദിച്ചപ്പോൾ വളരെ സന്തോഷപൂർവ്വം ഞങ്ങൾ അതിന് സഹകരിക്കുകയായിരുന്നു. ഇത് ഏതായാലും ഒരു പ്രചോദനമാണ്. ഇനി വേറെ ആർക്കെങ്കിലുമൊക്കെ നമുക്ക് അടുത്തത് മാസത്തിലൊരു ദിവസം അപ്പോൾ സ്കൂളിലെ ബിരിയാണി വിതരണത്തെ കുറിച്ച് നമുക്ക് കുട്ടികളോട് തന്നെ ചോദിക്കാം. എങ്ങനെയുണ്ട് മോനെ? സൂപ്പർ. എന്താ മോനെ, ഇഷ്ടപ്പെട്ടാ? എങ്ങനെയുണ്ട് ബിരിയാണി? അടിപൊളി അടിപൊളി, സൂപ്പറാണ്. നല്ല രസമുണ്ട്. നല്ല രസമുണ്ട്. അപ്പോൾ പ്രധാന അധ്യാപിക നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇനി ആർക്കെങ്കിലും ഇത്തരത്തിലുള്ള ആഘോഷങ്ങളൊക്കെ കുട്ടികൾക്കൊപ്പം സെലിബ്രേറ്റ് ചെയ്യണമെന്ന് തോന്നുകയാണെങ്കിൽ സ്കൂളുകളിലേക്ക് പോവുക, അവിടെയുള്ള കുട്ടികൾക്ക് നല്ല ഭക്ഷണങ്ങൾ ഒരുക്കി കൊടുക്കുക. അവർ നമ്മുടെ വരും തലമുറയാണ്, അവർക്ക് അതിനുള്ള പന്ഥാവ് തുറന്നു കൊടുക്കുക. ജയൻ കല്യാശ്ശേരിക്കൊപ്പം നിഖിൽ പ്രമേഷ്, 24 കോഴിക്കോട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.